ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഞ്ജിമ പെട്ടുപോയൊരവസ്ഥ നിൽക്കുകയാണ്. കാരണം കുഞ്ഞിന് അനക്കമില്ല, കുഞ്ഞിന് ശ്വാസമില്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോഴേക്കും അജിത്താണെങ്കിൽ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. എടാ വഞ്ചക, നിൽക്കടാ വഞ്ചക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അജിത്ത് അവിടെ തനി ഫ്രോഡാണെന്ന് മഞ്ജിമക്ക് അറിയില്ലായിരുന്നല്ലോ. അജിത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. കുഞ്ഞിനെ ഒന്ന് വിളിച്ചൊക്കെ നോക്കുകയാണ്. പക്ഷേ അവിടെ കുഞ്ഞിന് അനക്കമൊന്നുമില്ല. ഉടനെ തന്നെ നമ്മുടെ മഞ്ജിമയാണെങ്കിൽ നേരെ രാമനെ വിളിക്കുക. അപ്പോൾ രാമനാണെങ്കിൽ ബാങ്കിലായിരുന്നു. എന്താ മഞ്ജിമയെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛാ കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്താണ് എൻ്റെ കുഞ്ഞിന് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛാ കുഞ്ഞിന് അനക്കമില്ല അച്ഛാ, എൻ്റെ ദൈവമേ ചതിച്ചോ, നീ എന്താണ് എൻ്റെ കുഞ്ഞിനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനൊന്നും ചെയ്തില്ല അച്ഛാ ഞാനൊന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പോയതാ. അപ്പോഴേക്ക് തിരിച്ചു വന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിന് അനക്കമില്ലായിരുന്നു അച്ഛാ. കുഞ്ഞിന് അനക്കമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? കുഞ്ഞിന് ശ്വാസമില്ല അച്ഛാ എന്ന് പറയാ. ഇത് കേട്ട രാമന് അറ്റാക്ക് വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. രാമനാകെ പേടിച്ച് വിറച്ചൊരവസ്ഥയിലായി പോവാണ്. രാമൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. നീ എന്താണ് എൻ്റെ കുഞ്ഞിനെ ചെയ്ത്? ഞാൻ സത്യമായിട്ടും എൻ്റെ അച്ഛനാണ് സത്യം, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്തിട്ടില്ല അച്ഛാ. നീ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ. മഹേഷ് വന്നു കഴിയുമ്പോൾ ഇതിനുള്ള ഇത് നിനക്ക് തിരിച്ച് തന്നിരിക്കും മഞ്ജിമ. നീ പെട്ടെന്ന് തന്നെ കൊച്ചിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമെന്നും പറയാ. അങ്ങനെ മഞ്ജിമ പിന്നീട് ഒന്നും നോക്കിയില്ല. മഞ്ജിമ ആ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് നേഴ്സുമാർ വരികയാണ്. എന്താ സംഭവിച്ചത്? ഇത് ഡോക്ടർ ഇഷിതയുടെ കുഞ്ഞാണ്, കുഞ്ഞിന് അനക്കൂല എന്ന് പറയണം. അപ്പോഴാണ് ഡോക്ടർ ദേവിക വരുന്നത്. എന്തു പറ്റി കുഞ്ഞിന്? ഡോക്ടർ ഇഷിതയുടെ കുഞ്ഞോ? അതെ മാഡം, ഡോക്ടർ ഇഷിതയുടെ കുഞ്ഞാണ്. അല്ല, നിങ്ങൾ മഹേഷിൻ്റെ പെങ്ങളല്ലേ? അതെ, ഞാൻ മഹേഷിൻ്റെ പെങ്ങൾ തന്നെയാണ്. അവർ ഏതോ ടൂറിന് വേണ്ടി പോയിരിക്കാം. അച്ഛനും അമ്മയും എന്നെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് അവർ ബാങ്കിലും പോയതാ. പക്ഷേ ഞാൻ വന്ന് നോക്കാൻ നേരത്തെ കുഞ്ഞിന് അനക്കമില്ല മേഡം എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ദേവികരം പേടിച്ചു. ഡോക്ടർ ദേവിക പറയണേ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ മഞ്ജിമയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് നഴ്സുമാർ അകത്തേക്ക് ഓടിപ്പോവാണ്. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഡോക്ടർ ദേവിക ചോദിക്കുന്നുണ്ട്. പക്ഷേ തനിക്ക് അറിയാൻ പാടില്ല എന്നും എങ്ങനെയാണ് സംഭവിച്ചതെന്നും ഒന്നും അറിയാൻ പാടില്ലെന്നൊക്കെ മഞ്ജിമ അവിടെ ഉരുണ്ടും പറഞ്ഞ് അങ്ങോട്ട് പറയുകയാണ്. ഡോക്ടർ ദേവികയും കുഞ്ഞിനെ പിന്നാലെ ഓടി ചെല്ലുകയാണ്. മഞ്ജിമയാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ടൊരവസ്ഥ. ഇവരോടൊക്കെ എന്ത് പറയുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ ഈ അജിത്തിനെ കാണിക്കുകയാണ്. അപ്പോൾ അജിത്താണെങ്കിൽ ആകെ വെപ്രാളം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ, ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞല്ലോ ആ ദുഷ്ടൻ എന്തിനായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക? എന്ത് കാരണത്താൽ എന്തിനാ കുഞ്ഞിനെ കൊന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണം. അപ്പോൾ അവർ ഈ കുടുംബത്തോടെ എന്തോ വൈരാഗ്യം ഉണ്ട് അയാൾക്ക്. മഞ്ജിമയ്ക്ക് അയാളെ നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ടാണ് അവളൊന്നും മിണ്ടാതിരുന്നത്. അല്ലായിരുന്നെങ്കിൽ അവൾ ഉടനെ തന്നെ പ്രതികരിച്ചാനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇയാളെങ്ങനെ ചിന്തിക്കുകയാണ്. ഇനിയിപ്പോൾ സത്യങ്ങൾ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒപ്പിക്കണം. അവളോട് പറയാം ബാത്റൂമിലായിരുന്നെന്നോ കിച്ചണിലായിരുന്നെന്നൊക്കെ പറയാം. അപ്പോൾ കുഞ്ഞ് വന്ന് നോക്കാൻ നേരത്ത് കുഞ്ഞിന് അനക്കം ഉണ്ടായിരുന്നില്ല എന്നും ഇവളോട് പറയിപ്പിക്കണം. അങ്ങനെയെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മഞ്ജിമയുടെ കോള് വരുന്നത്. അപ്പോൾ നാശം പിടിച്ചവൾ വിളിക്കുന്നുണ്ടല്ലോ, മനുഷ്യനൊരു സമാധാനം തരില്ല. എന്താ മഞ്ജിമയെ വിളിച്ചത്? എടാ ചതിയാ, നീ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞല്ലേടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കടി പുല്ലേ, ഞാൻ എന്തിനാടി നിൻ്റെ കുടുംബ പ്രശ്നത്തിൽ നിൽക്കുന്നത്? നിൻ്റെ കുടുംബത്തിൽ അങ്ങനെ പല പ്രശ്നങ്ങളും നിൽക്കും, വള്ളിക്കെട്ടൊക്കെ ഉണ്ടാകും. ആ വള്ളിക്കെട്ടെല്ലാം ഞാൻ പിടിച്ചെടുക്കണോ? അതിൻ്റെ കാര്യമൊന്നും എനിക്കില്ല. നിൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും തീർക്കാൻ വേണ്ടി വന്ന ആളല്ല ഞാൻ. എന്നാലും ഒരു പിഞ്ചു കുഞ്ഞിന് അനക്കമില്ല എന്ന് അറിഞ്ഞിട്ട് പോലും എന്നെ ആ ഒരു സിറ്റുവേഷനിലാക്കിയിട്ട് നീ കടന്നു കളഞ്ഞില്ലേ. നീ ആരാണ്, എത്രക്കാരനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായടാ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായെങ്കിൽ നല്ലതായി പോയി. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടോ മഞ്ജിമേ. ഞാൻ പറയുന്നത് പോലെ നീ പോലീസുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ വരില്ല. അവരേതായാലും പോലീസിനെ വിളിക്കാം. നീ അവിടെ എന്തായി? കുഞ്ഞു മരിച്ചോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്നും അറിയില്ല. കുഞ്ഞിനെ കൊണ്ട് ഡോക്ടർമാരകത്തേക്ക് പോയിരിക്കുകയാണ്. കുഞ്ഞിനൊരു ശ്വാസം പോലും ഇല്ല. എനിക്കാകെ പേടിച്ച് വരച്ച ഒരവസ്ഥയില്ലാതെ നിൽക്കുകയാണ്. ആ പാവം പിഞ്ചു കുഞ്ഞല്ലേ. ആ ഒരു അവസ്ഥയിൽ നീ എന്നെ തനിച്ചാക്കി പോകണ്ടായിരുന്നു. നിനക്ക് നട്ടലുണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. നിന്നെ സ്വന്തമാക്കണമെന്നൊരാഗ്രഹം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ച് വരുത്തിയത്. അതിനുള്ള ശിക്ഷയെല്ലാം എനിക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നടാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ തെറ്റിനും കാരണം നീ തന്നെയാ. നീയേ ഞാൻ പറയുന്നത് പോലെ അങ്ങോട്ട് കേട്ടാൽ മതി. ഇനിയിപ്പോൾ നീ എന്നെ ചതിക്കാനാണ് പോവുമെങ്കിൽ ആയിക്കോട്ടെ. ഞാൻ പറയോടാ, എനിക്കങ്ങനെ പറയാൻ ഒരു പേടിയില്ലടാ. ഞാൻ വിളിച്ചിട്ടാണ് നീ വന്നതെന്നും എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ ഞാൻ പറയോടാ. നീ പറയുകയാണെങ്കിൽ ഞാൻ പറയും. എനിക്കിങ്ങനെ ഓരോരോ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ട്. നീ പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നതെന്നും
പോലീസുകാർ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ സമ്മതിച്ചാൽ പോരെ, ഞാൻ ഇങ്ങനെ നടക്കുന്ന ആളാണെന്ന് ഞാൻ സമ്മതിച്ചാൽ പോരെ. അങ്ങനെ ഒരാൾ അവിടെ കുഞ്ഞിനെ കൊല്ലാൻ വന്നുവെന്നും ആ സമയത്ത് നീ എന്നെ കട്ടിൻ്റെ അടിയിലേക്ക് പിടിച്ച് കയറ്റിയെന്നും എന്നിട്ട് കുഞ്ഞിനെ കൊല്ലണം നീ കണ്ടു നിന്നൊക്കെ ഞാനും പോലീസുകാരോട് പറയും. ഇതൊക്കെ കേട്ട മഞ്ജിമ പേടിച്ച് പോവാണ്. എടാ നീ ഇത്ര തരക്കാരനാണെന്ന് ഞാൻ കരുതിയില്ലടാ. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ, അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. പോലീസുകാരൻ നിന്നോട് വന്ന് ചോദിക്കാൻ നേരത്തെ നീ പറയണം നീ ബാത്റൂമിലായിരുന്നെന്നോ കിച്ചണിലായിരുന്നെന്നോ പറയണം. എന്നിട്ട് വന്ന് നോക്കാൻ നേരത്തെ കുഞ്ഞിന് അനക്കമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞേക്കണം. അല്ലാതെ അതും ഇതും പറഞ്ഞുകൊണ്ട് നീ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പെട്ടുപോകും മഞ്ജിമേ. അപ്പോൾ നിൻ്റെ ഗതി അതോ ഗതിയാവും. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നും പറയണം. എടാ ദുഷ്ട, നീ ഇത്രയ്ക്കും എന്നെ തരം താഴ്ത്തുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ, നീ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യേ, എനിക്ക് ഇത്രയും പറയാനുള്ളത് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുക. ഫോൺ കട്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമയ്ക്ക് ആകെ ടെൻഷൻ തോന്നുകയാണ്. മഞ്ജിമ ഇരുന്ന് ഇങ്ങനെ കരച്ചിലാണ്, ഭയങ്കര കരച്ചിൽ. ആ സമയത്താണ് മഹേഷും ഇഷിതയും പിള്ളേരൊക്കെ ഓടി വരുന്നത്. എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയത്? എടി നീ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചല്ലേ എന്ന് മഹേഷ് ചോദിക്കുകയാണ്. അപ്പോൾ മഹേഷിനോട് പറയണേ, ഇല്ല മഹേഷ്, ഞാനൊന്നും ചെയ്തില്ല. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലടി നിന്നെ ഞാൻ ശരിയാക്കും, ശരിപ്പെടുത്തും ഞാൻ. അപ്പോൾ കുഞ്ഞും വന്ന് ചോദിക്കണം, പറ മഞ്ജിമപ്പേ, എൻ്റെ അനിയത്തിന് എന്താ ചെയ്തത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇഷിതയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇഷിതയാണെങ്കിൽ ഓടി നേരെ അകത്തേക്ക് ചെല്ലുകയാണ്. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ അനക്കമില്ലാതെ കുഞ്ഞിനെ ഒരു തൊട്ടിലേക്ക് എടുത്തിരിക്കുന്നതാണ്. അതിൽ കുഞ്ഞിന് ഓക്സിജനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ആ ഒരു കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചങ്ക് തകർന്നൊരവസ്ഥ നിൽക്കുകയാണ് ഇഷിത എന്നിട്ട്, എൻ്റെ പൊന്നു മോളെ, നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോടി, നിൻ്റെ ഈ കിടപ്പ് കാണുമ്പോൾ അമ്മയുടെ ശരീരം തളർന്നു പോവുകയാണല്ലോ മുത്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിത ഇരുന്ന് ഇങ്ങനെ കിടന്ന് കരയാണ്. അപ്പോൾ ഡോക്ടർ ദേവിക വരികയാണ്. ഡോക്ടർ ദേവികയും മഹേഷും കൂടി വരികയാണ്. ദേവികയും കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത ചോദിക്കുകയാണ്, എന്താ ഡോക്ടർ സംഭവിച്ചത്, എന്താ കാരണം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഇഷിത പറഞ്ഞല്ലേ, ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ കുഞ്ഞിന് ശ്വാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുഞ്ഞ് കുറച്ചൊക്കെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഓക്സിജൻ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിന് ശ്വാസം എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കൊച്ച്. അപ്പോൾ നല്ലൊരിതായിട്ട് തന്നെയാണ് അതിനെ കരുതേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ ദേവിക പറയുകയാണ്. അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്ത് കാരണം കൊണ്ടാണ് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചതാണോ കുഞ്ഞിനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ദേവിക പറയുകയാണ്, അങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊന്നതല്ല, കൊച്ചിൻ്റെ മുഖത്ത് ഒരു കീടനാശിനി അടിച്ചിരിക്കുകയാണെന്നും പറയുകയാണ്. ഇത് കേട്ട ഇഷിതയും അതേപോലെ തന്നെ മഹേഷും ഞെട്ടിപ്പോകണം. എന്താണ് കീടനാശിനിയോ എന്ന് ചോദിക്കുകയാണ്. അതെ, കീടനാശിനി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പെങ്ങളല്ലേ ആ നിൽക്കുന്നത്, അത് എൻ്റെ പെങ്ങൾ തന്നെയാണെന്നും പറയുകയാണ്. ഇത് വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെയാണല്ലോ പോകുന്നത്. നിങ്ങൾക്ക് ഇത്ര ശത്രുക്കൾ ഉണ്ടായിരുന്നോ, കുഞ്ഞിനെ സൂക്ഷിക്കണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഇഷിത പറയാണ്, എല്ലാം എൻ്റെ തെറ്റാണ്, ഞാൻ എൻ്റെ കുഞ്ഞിനെ മറന്നുകൊണ്ട് ടൂർ പോയി. അങ്ങനെ ടൂർ പോകാൻ പാടില്ലാതെ, ഞാൻ എന്തൊരു അമ്മയാണ്, ഞാൻ എന്തൊരു സ്ത്രീയാണ്, എൻ്റെ കുഞ്ഞിനെ മറന്നുകൊണ്ട് ഞാൻ സന്തോഷിക്കാൻ പോയതിന് ദൈവം തന്ന ശിക്ഷയാണ് എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഡോക്ടർ ദേവ് പറയണം, ഇഷിത അങ്ങനെയൊന്നും പറയല്ലേ, ഇഷിതയ്ക്ക് കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് സാധിക്കും. ഇഷിത ഇങ്ങനെ തളർന്നു പോയി കഴിഞ്ഞാൽ അവിടെ നോക്കുന്നത് ഇഷിതയാണ്. അതുകൊണ്ട് ഇഷിത കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് നോക്ക്. മഹേഷ് ഒന്ന് പുറത്തേക്ക് പോകും, ഞങ്ങളുടേതായ രീതിയിൽ കൈകാര്യം ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് പുറത്തേക്ക് പോവുകയാണ്. ഈ സമയം തന്നെ മഞ്ജിമയിരുന്ന് ഭയങ്കര കരച്ചിലാ. കുഞ്ഞുങ്ങളാണെങ്കിൽ മഞ്ജിമയിട്ട് ചോദ്യം ചെയ്യണതേ, ഞങ്ങളുടെ കുഞ്ഞാവയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ജിമപ്പേ നിങ്ങളെന്നും വെറുതെ വിടില്ല ഞാൻ. സത്യമായിട്ടും ഈ മഞ്ജിമപ്പ ഒന്നും ചെയ്തിട്ടില്ല കുഞ്ഞാവയെ എന്ന് പറയാം. ആദ്യേട്ടാ, എനിക്ക് പേടിയാവുന്ന ആദ്യേട്ടാ, കുഞ്ഞാവയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും ആദ്യേട്ടാ. ഇല്ല മോളെ, നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഒന്നും സംഭവിക്കില്ല. നമ്മുടെ കുഞ്ഞാവയെ ദൈവം കാത്തോളും. ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഭഗവാനെ കുഞ്ഞാവയെ രക്ഷപ്പെടുത്തി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഭഗവാന്റെ മുന്നിൽ വന്ന് എന്താണോ ഭഗവാൻ ഇഷ്ടപ്പെട്ടെന്ന് നേർച്ച അതെല്ലാം ഞങ്ങൾ ചെയ്തോളാവേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മഞ്ജിമയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കൊക്കെ സങ്കടം തോന്നുകയാണ്. അങ്ങനെ മഹേഷ് ഇറങ്ങി വരിക. അപ്പോൾ മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രണ്ട് പിള്ളേരും കൂടി ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് കുഞ്ഞാവെ കണ്ണ് തുറന്നോ ഡാഡി എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല മക്കളെ, കുഞ്ഞാവ കണ്ണ് ഇതുവരെയും തുറന്നിട്ടില്ല എന്ന് പറയാം. പക്ഷേ മഹേഷ് പിന്നീട് പിടിച്ചു നിന്നില്ല. മഹേഷ് നേരെ മഞ്ജുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. പറ, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചത്. ഇല്ല മഹേഷേ, ഞാനൊന്നും ചെയ്തിട്ടില്ലടാ, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ അടുക്കളയിൽ പോയി വരികയായിരുന്നു. അപ്പോഴാ കുഞ്ഞിനെ അനക്കമില്ലാതെ കിടക്കുന്നതൊക്കെ ഞാൻ കാണുന്നത്. അല്ലാതെ ഈ എനിക്ക് ഒന്നും അറിയില്ലടാ. എടാ, ഞാൻ സത്യമാണ് പറഞ്ഞത്, എനിക്ക് ഒരു വിവരവും അറിയില്ലടാ എന്നിങ്ങനെ പറയുകയാണ്. എങ്കിലേ ഞാൻ പറയാം,
നിങ്ങൾ എന്ത് കീടനാശിനിയാണ് കുഞ്ഞിൻ്റെ മുഖത്തടിച്ചത് എന്ന് ചോദിക്കണം. ഇത് കേട്ട മഞ്ജിമ ഞെട്ടിപ്പോണ്, പിള്ളേരുമാകെ ഞെട്ടിപ്പോവാണ്. പക്ഷേ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ബാക്കിയില്ല. നിങ്ങളെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് കഴുത്തിന് കയറി കുത്തി പിടിക്കുകയാണ്. അപ്പോഴേക്കും ബാക്കിയുള്ളവർ മുഴുവനും വന്നിട്ട് മഹേഷിനെ തടയുകയാണ്. നിങ്ങൾ എന്താ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഞ്ജിമ ഇരുന്ന് ഇങ്ങനെ കരച്ചില്ല. അങ്ങനെ ഒരു പോയി മഞ്ജിമ നേരെ ഇതിനെ വിളിക്കുകയാണ്, നമ്മുടെ അജിത്തിനെ വീണ്ടും വിളിക്കണം. അപ്പോൾ അജിത്താണെങ്കിൽ അവിടെ നാട് വിടാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ നീ എവിടെയാടാ എന്നൊക്കെ ചോദിക്കുകയാണ്. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? കുഞ്ഞ് മരിച്ചു എന്ന് വെച്ചപ്പോഴേക്കില്ല, ഒരു വിവരവും കിട്ടിയിട്ടില്ല. പക്ഷേ അജിത്തെ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നീ ഏത് തരക്കാരനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എൻ്റെ എനിക്കൊരു വീട്ടുകാർ തന്നെ ആലോചിച്ച് എനിക്കൊരു കല്യാണം ഉറപ്പിച്ചു തന്നായിരുന്നു. ഞാൻ അയാളെ കല്യാണം കഴിച്ചു, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അയാൾ വെറും ഒരു ഫ്രോഡായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല സുഖത്തോടും സന്തോഷത്തോടും ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ആഗ്രഹം തോന്നി, എനിക്കും നല്ലൊരു ജീവിതം വേണമെന്ന്. അങ്ങനെയാടാ നിൻ്റെ കൂടെ ഞാൻ കൂടിയതും. നീ എനിക്കൊരു നല്ല ജീവിതം തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ നീ ഒരു പക്ക ഫ്രോഡാണെന്ന് ഞാൻ കരുതിയില്ലടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇപ്പം നിനക്ക് മനസ്സിലായുള്ള കാര്യങ്ങളെല്ലാം. നീയാണ് വീണു പോയത്. അതെ, ഞാൻ തന്നെയാണ് വീണു പോയത്. പക്ഷേ എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഇനി അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ എല്ലാം തുറന്നു പറയും. ഇനി അജിത്തെ, നീ എൻ്റെ കൺമുന്നിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാരണം ഒട്ടിച്ച് ഞാൻ പൊട്ടിക്കും. ആ ഒരു പ്രവൃത്തിയായിരിക്കും ഞാൻ ചെയ്യേണ്ടത്. എനിക്കിനി ഒന്നും നോക്കാനില്ലടാ എന്ന് പറയാണ്. നീ എന്ത് വേണമെങ്കിലും ചെയ്യും, ഞാനിപ്പോൾ മലപ്പുറത്തേക്ക് പോവുകയാണ്. ഓഹോ, അത് ശരി, നീ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണല്ലേ? ഞാൻ രക്ഷപ്പെടാനൊന്നും ശ്രമിക്കുന്നതല്ല, എനിക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. മനസ്സിലായടാ, നിനക്ക് എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ആയെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നീ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായടാ എന്ന രീതിയിൽ അവിടെ പറയാണ്. പക്ഷേ നീ വെച്ചിട്ട് പോടാ, നിന്നെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്നും പറഞ്ഞ് മഞ്ജിമ അവിടെ ഫോൺ കട്ടാക്കുക. ഈ സമയം തന്നെ ഇഷിതയാണെങ്കിൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുകയാണ്. അങ്ങനെ ആ ഒരു പൾസിൻ്റെ ലെവൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് കരച്ചിൽ കൊണ്ടൊരു രക്ഷയില്ല, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ ദേവിക വരിക. ഡോക്ടർ ദേവിയോട് പറയണം, ഡോക്ടറെ, എൻ്റെ മോള് മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ. ഇഷിത സങ്കടപ്പെടല്ലേ, ഇഷിത കുഞ്ഞ് മരുന്നിനോട് പ്രതികരിച്ച് വരും, നമുക്ക് കുറച്ച് സമയം കൂടി നോക്കാം. പക്ഷേ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് അങ്ങോട്ട് വിഷം അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷേ എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് അറിയണമല്ലോ, അതിന് ലാബ് റിപ്പോർട്ട് വരണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ദേവിക ഇഷിതയുടെ അടുത്തേക്ക് വരികയാണ്. ലാബ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഇഷിത നീ ഒന്ന് വായിച്ച് നോക്കിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇഷിത അത് വായിച്ച് നോക്കിയപ്പോൾ ഞെട്ടിപ്പോവാണ്. ഇഷിത അത് കണ്ടില്ലേ, ഇത് നമ്മൾ സാധാരണ വീട്ടിലടിക്കുന്ന പാറ്റയ്ക്കും പലിക്കടിക്കുന്ന ആ ഒരു സ്പ്രേ അല്ല, ഇത് ചെടികൾക്കടിക്കുന്ന ഒരു കീടനാശിനിയാണ്. അതെയല്ല മേഡം, അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായ വൈരാഗ്യത്തിൽ ചെയ്തതല്ല മേഡം, ഇത് പ്ലാൻ കൂട്ടി ചെയ്ത കാര്യം തന്നെയാണ് മേഡം എന്ന് ഇഷിത പറയുകയാണ്. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ.